സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളർ കരുത്താർജിച്ചതും അമേരിക്കയിൽ നിന്നുള്ള പുതിയ സാമ്പത്തിക നയങ്ങളുമാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. അടുത്ത 2 മാസം വരെ വിപണിയിൽ ഈ ഇടിവ് തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആരും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. സുരക്ഷിത നിക്ഷേപമെന്ന് കരുതി സ്വർണം വാങ്ങിയവരെല്ലാം സ്വർണ്ണവില ഇടിഞ്ഞതോടെ ആശങ്കയിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളർ കരുത്താർജിച്ചതും അമേരിക്കയിൽ നിന്നുള്ള പുതിയ സാമ്പത്തിക നയങ്ങളുമാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. ഇന്ന് ഗ്രാമിന് ഒറ്റയടിക്ക് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയായി. സമാനമായി പവന് 1,560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയുമായി. ഇന്നലെ 2 തവണയായി പവന് 3,960 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ ആഴ്ച 4 ദിവസം പിന്നിടുമ്പോൾ 6,280 രൂപയുടെ കുറവാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 1,31,000 രൂപയിലധികം രേഖപ്പെടുത്തി സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നുമാണ് സ്വർണ്ണവില ഇടിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 20,650 രൂപയാണ് കുറഞ്ഞത്. സാധാരണയായി ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണവില കൂടാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ചില ആഗോള ഘടകങ്ങളാണ് വിപണിയെ നിയന്ത്രിക്കുന്നത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണവില ഉയർന്നുപോയത്. എന്നാൽ പണപ്പെരുപ്പ ഭീഷണി നിലനിൽക്കുന്നതിനാലും US സാമ്പത്തിക രംഗം കരുത്തു കാട്ടുന്നതിനാലും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറഞ്ഞു. ഇതാണ് വില ഇടിയാനുള്ള പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ കരുത്താർജിക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയാണ്. ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നവർക്ക് അത് ചെലവേറിയതായി മാറുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം ആദ്യമുണ്ടായ വൻ വിലക്കയറ്റത്തിനു പിന്നാലെ നിക്ഷേപകർ വ്യാപകമായി ഗോൾഡ് ഫണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങിയതും വിപണിയിലെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. US സമ്പദ് വ്യവസ്ഥയിൽ പെട്ടെന്നൊരു മാന്ദ്യത്തിനുള്ള സാധ്യത കാണാത്തതിനാൽ തന്നെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാനാണ് സാധ്യത. അടുത്ത 2 മാസം വരെ വിപണിയിലെ ഇടിവ് തുടർന്നേക്കാം. അതിനുശേഷമാവും സ്വർണ്ണവില ഒരു സുരക്ഷിത നിലവാരത്തിൽ എത്തുക. അതേസമയം ആഗോള വിപണിയിൽ വലിയ തിരുത്തലുകൾ നടക്കുന്നുണ്ടെങ്കിലും ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാനുള്ളൊരവസരമാണ്. എങ്കിലും വരാനിരിക്കുന്ന US സാമ്പത്തിക വിവരങ്ങളും ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും അറിഞ്ഞതിനു ശേഷം പുതിയ നിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.